മൈസൂരുവിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ദുരിതം. ഹോസ്റ്റലിൽ നൽകുന്നത് മോശം ഭക്ഷണം. വിദ്യാർത്ഥികൾക്ക് നൽകിയ കോഴിക്കറിയിൽ തൂവലും ചോരയും കിട്ടി. ചപ്പാത്തിയിൽ നിന്ന് പ്ലാസ്റ്റിക്കാണ് കിട്ടിയത്. ചോറിൽ നിന്ന് പാറ്റയും കിട്ടിയതായി വിദ്യാർത്ഥികൾ പറയുന്നു. ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന സ്ഥാപനമാണ് 5 കോളേജ് ഹോസ്റ്റലുകളിൽ ഭക്ഷണം നൽകുന്നത്. വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് നൽകുന്നതിന് പ്രതിഫലമായി ഭക്ഷണം കോളേജുകൾ ഇവരിൽ നിന്നും വാങ്ങും. ഭക്ഷണം തയ്യാറാക്കുന്ന പൊതു അടുക്കളയിലെ ദൃശ്യങ്ങളും പുറത്തുവന്നു. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇവിടെ ഭക്ഷണം തയ്യാറാക്കുന്നത്. മലയാളികൾ നടത്തുന്ന മെസ്സിൽ പ്രതിവർഷം 80,000 രൂപയാണ് ഫീസായി വാങ്ങുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. പുറത്തുനിന്നുള്ള ഭക്ഷണം കൊണ്ടുവരാൻ അനുവദിക്കില്ലെന്നും ചോദ്യം ചെയ്താൽ ഇന്റേണൽ മാർക്ക് കട്ട് ചെയ്യും. സർട്ടിഫിക്കറ്റുകൾ നൽകില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. വർത്താനം പറഞ്ഞ് കയ്യേടാ. ഈ ചളിവെള്ളം കൊണ്ടാണോ പാത്രം കഴിക്കുന്നത്? ഫുഡ് തന്നെയല്ലേ കഴിക്കുന്നേ? ഈ ചളിവെള്ളം കൊണ്ടാണ് പാത്രം കഴിക്കുന്നത്. ആ പാത്രത്തിൽ വെച്ച് നമുക്ക് ഫുഡും തരും. ഇതാണോ അല്ലെ കിച്ചൺ? നല്ല വൃത്തിയുണ്ട്, കണ്ടോ? അടുത്ത വ്യാഴാഴ്ച തരാളോ ഉണ്ട്. അത് എത്ര രസം പറ്റിയാലും ആ ചിക്കൻ കണ്ടിട്ടാണ് നിങ്ങൾ ആരും മിണ്ടാതിരുന്നാൽ അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ, നിങ്ങൾ വേണ്ട ചിന്തിച്ചു നോക്ക്. അല്ല, നിങ്ങൾ ഒന്നെങ്കിലും ഒരു നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞേക്കാൻ ഫീസ് അടയ്ക്കേണ്ടെന്ന് ചോദിച്ച കുട്ടികൾ വരെ ഇവിടെ ഉണ്ട്. ന്യായം പറയുന്നോണ്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ഒത്തിരി റൂൾസും കാര്യങ്ങളും വെക്കാൻ പാടില്ല. ഒരു ചെറിയ ഇതുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ദേഷ്യം ഉണ്ടാവില്ലേനു. അല്ലല്ല, ആ വാടക കുക്ക് ഗ്യാസ് ഒക്കെ ദിവ്യേച്ചി ബർത്ത്ഡേ വന്ന് കേക്ക് എടുത്ത് വേസ്റ്റ് ബാസ്കറ്റിലോട്ട് സമയമുണ്ട് ഞങ്ങൾക്ക്. ആ സമയം കഴിഞ്ഞ് പോയി ഞങ്ങൾ ഇനി ഇങ്ങനെ പറ്റൂല. കുറെ സഹിച്ചതാ. ഇനി എന്തായാലും നടക്കാൻ പറ്റൂല. കേക്ക് മുറിക്കാൻ പാടില്ല, ബിരിയാണി ഓർഡർ ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ഇല്ല, വാടക ഫ്രിഡ്ജ് ഗ്യാസ് വാടനൊക്കെ ഉണ്ട്. വാടന അവിടെ നിൽക്കുന്ന കുട്ടികൾക്കൊന്നും. വളരെ ഗൗരവമായൊരു വിഷയം തന്നെയാണിത്. മൈസൂരിൽ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ദുരിതത്തിൽ കഴിയുന്നത്. ഹോസ്റ്റലിൽ നിന്ന് നൽകുന്നത് വളരെ മോശം ഭക്ഷണമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത് തന്നെ നമുക്ക് ഈ ഒരു ദൃശ്യത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. എന്തായാലും ഈ ഒരു കുട്ടികൾ വലിയ രീതിയിൽ പ്രതികരിക്കുകയാണ്. തങ്ങൾക്ക് നൽകുന്ന ഭക്ഷണം ഇത്രയും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഇപ്പോൾ ആ കുട്ടികൾ വലിയ രീതിയിൽ പ്രതികരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് നൽകിയ കോഴിക്കറിയിൽ തൂവലും ചോരയും കിട്ടിയിരിക്കുകയാണ്. ചപ്പാത്തിയിൽ നിന്ന് പ്ലാസ്റ്റിക് കിട്ടിയിരിക്കുന്നു. ചോറിൽ നിന്ന് പാറ്റയും മറ്റും കിട്ടിയതായിട്ട് വിദ്യാർത്ഥികൾ പറയുകയാണ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ സർവീസ് എന്ന സ്ഥാപനമാണ് ഈ ഒരു 5 കോളേജ് ഹോസ്റ്റലുകളിൽ ഇത്തരത്തിൽ ഭക്ഷണം നൽകുന്നത്. ഇത്രയും വൃത്തികെട്ട ഭക്ഷണമാണ് ഇവർക്ക് കഴിക്കാൻ നൽകുന്നത് എന്നതാണ് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത്. ഈ ഒരു ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാകും എത്രത്തോളം വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഈ ഒരു ഭക്ഷണം വെച്ചിരിക്കുന്നത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് നൽകുന്നതിന് പ്രതിഫലമായി ഭക്ഷണം കോളേജുകൾ ഇവരിൽ നിന്ന് വാങ്ങും. ഭക്ഷണം തയ്യാറാക്കുന്ന പൊതു അടുക്കളയിലെ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇവിടെ ഭക്ഷണം തയ്യാറാക്കുന്നത് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. മലയാളികൾ നടത്തുന്ന മെസ്സിൽ പ്രതിവർഷം 80,000 രൂപയാണ് ഈ വിദ്യാർത്ഥികളിൽ നിന്നും ഇവർ ഫീസായി ഈടാക്കുന്നത്. പക്ഷേ ഇവർക്ക് നൽകുന്ന
ഭക്ഷണം എത്രത്തോളം വൃത്തിഹീനമാണ് എന്നതും നമ്മൾ എടുത്തു പറയേണ്ടതാണ്. 80,000 രൂപയാണ് ഈ കുട്ടികളുടെ കയ്യിൽ നിന്നും ഫീസായി ഇവർ വാങ്ങുന്നത്. പുറത്തുനിന്നും ഭക്ഷണം കൊണ്ടുവരാൻ ഇവർ അനുവദിക്കില്ല. അത് ചോദ്യം ചെയ്താൽ ഇന്റേണൽ മാർക്ക് കട്ട് ചെയ്യും. ഇത്തരത്തിലുള്ള ഭീഷണികളൊക്കെയാണ് കുട്ടികൾക്ക് വരുന്നത്. സർട്ടിഫിക്കറ്റുകൾ നൽകില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമെന്നൊക്കെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത്. എന്തായാലും വലിയൊരു ഗൗരവപരമായ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മൈസൂരുവിലാണ് മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ദുരിതം അനുഭവിച്ച് ജീവിക്കുന്നത്. ഹോസ്റ്റലിൽ നിന്ന് നൽകുന്നത് വളരെ മോശം ഭക്ഷണമാണ്. എന്തായാലും അധികൃതരൊക്കെ ഈ ഒരു വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് കോഴിത്തുവലും ചോരയും ഒക്കെ കിട്ടിയിട്ടുള്ളത്. പാറ്റയും പ്ലാസ്റ്റിക്കും ഒക്കെയാണ് കഴിക്കുന്ന ചോറിൽ നിന്നും ചപ്പാത്തിയിൽ നിന്നും ഒക്കെ കിട്ടിയതായി വിദ്യാർത്ഥികൾ പറയുന്നത്. എന്തായാലും വലിയ രീതിയിൽ പ്രതികരിക്കുകയാണ് ഈ കുട്ടികളൊക്കെയും. എന്തായാലും ഇത്രത്തോളം വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിലാണ് തങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നത് എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പുറത്തുവിടുന്നത്.